ശിവരാത്രിയുടെ പ്രാധാന്യം. ശിവഭഗവാന്റെ അനുഗ്രഹത്തിനായി അനുഷ്ഠിക്കുന്ന പ്രധാന വ്രതമാണ് ശിവരാത്രി. ഉറക്കമിളച്ച് പ്രാർത്ഥിക്കുന്ന ഈ വ്രതം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വരുന്നത്. ഈ വ്രതം അനുഷ്ഠിച്ചാൽ പാപങ്ങളില്ലാതാവുകയും കുടുംബത്തിൽ ഐശ്വര്യം നിറയുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ദമ്പതികൾ ഒരുമിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. എപ്പോഴാണ് ശിവരാത്രി? കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി. 2025 ഫെബ്രുവരി 26 ബുധനാഴ്ചയാണ് ശിവരാത്രി വരുന്നത്. ശിവരാത്രിയുടെ ഐതിഹ്യം. പാലാഴി മഥനത്തിൽ നിന്ന് ഉയർന്നുവന്ന കാളകൂടവിഷം ശിവഭഗവാൻ ലോകരക്ഷാർത്ഥം പാനം ചെയ്തു. ഈ വിഷം ഉള്ളിൽ പോകാതിരിക്കാൻ പാർവതീദേവി ഭഗവാന്റെ കഴുത്തിൽ മുറുക്കിപ്പിടിച്ചു. വായിൽ നിന്ന് വിഷം പുറത്തു പോകാതിരിക്കാൻ വിഷ്ണു ഭഗവാൻ വായും പൊത്തിപ്പിടിച്ചു. അങ്ങനെ വിഷം കഴുത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് ലഭിക്കുകയും ചെയ്തു. ഭഗവാന് ആപത്തൊന്നും വരാതെ ദേവിമാരും മറ്റു ദേവന്മാരും ഉറക്കമിളച്ച് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി. വ്രതം എങ്ങനെ അനുഷ്ഠിക്കാം? ശിവരാത്രിയുടെ തലേദിവസം മുതൽ വ്രതം ആരംഭിക്കുക. ശിവരാത്രി ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുക. ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവന് പ്രിയപ്പെട്ട കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുക. ഓം നമ ശിവായ മന്ത്രം ജപിക്കുക. രാത്രി ഉറക്കമിളച്ച് പ്രാർത്ഥിക്കുക. പിറ്റേന്ന് കുളിച്ച് ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഭക്ഷണം ക്രമീകരിക്കുക. ശിവരാത്രി ദിവസം പകൽ ഉറങ്ങരുത്. ശിവരാത്രി ദിവസം ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. ശിവരാത്രി ദിവസം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയനപ്രദക്ഷിണവും സ്ത്രീകൾ അടിവെച്ചുള്ള പ്രദക്ഷിണവും നടത്തുന്നത് നല്ലതാണ്. ശിവരാത്രി ദിവസം ബലിയിടുന്നത് പിതൃക്കൾക്ക് നല്ലതാണ്.